സാന്ത്വനത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മിത്ര നാണം കേട്ട് കൃഷ്ണമംഗലത്തേക്ക് കയറി ചെന്ന് അവിടെ ഉണ്ടായിരുന്ന ചെടിച്ചട്ടി പൂക്കളൊക്കെ വലിച്ചെറിയുന്ന ഉടയ്ക്കുന്നുണ്ട്. വെല്ലിച്ചൻ വന്ന് പിടിക്കുന്നുണ്ട്. മോളെ എന്താ അത്, മോള് വിഷമിക്കല്ലേ നടപ്പോൾ എന്തായി, ഇതിന് ഇത്രയ്ക്ക് നാണക്കേട് ഞാൻ ഉണ്ടായിട്ടില്ല, എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. എന്തൊക്കെയായിരുന്നു പ്രതീക്ഷകൾ, ഇവനെ പറഞ്ഞയച്ചത് കൊണ്ടല്ലേ ഇതൊക്കെ പറ്റിയത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. മോളെ നീ അങ്ങനെ പറയല്ലേ, നമുക്ക് ഇതിനുള്ള വഴി ഇതിനുള്ള മറുമരുന്ന് ഞങ്ങൾ കൊടുത്തോണ്ട് അവനെന്ന് പറഞ്ഞപ്പോൾ അമ്മ പറയുന്നുണ്ട് വേണ്ട, നിങ്ങളായിട്ട് ഇനി ഒന്നിനും പോകണ്ട, അപ്പോളെ പറഞ്ഞതല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അലോകും പറയുന്നുണ്ട് ഞാൻ മാത്രമല്ല നിങ്ങളെല്ലാവരും കൂടി ചെയ്തതല്ലേ, അവൻ ഇങ്ങനെ ചതിക്കുമെന്ന് ഞാൻ വിചാരിച്ചെന്നൊക്കെ ചോദിക്കുന്നത്. അയാളുടെ മുന്നിൽ നാണം കെട്ട് ഇനി ഇവനെ കൊണ്ട് ഇതിന് മറുപടി പറയിപ്പിച്ചിട്ടേ മിത്ര അടങ്ങൂ എന്നൊക്കെ പറഞ്ഞു അതിന്റെ വീണ്ടും വീണ്ടും പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് ബാലനും രാമേട്ടനും കൂടി ബാങ്കിൽ പോയിട്ട് നടന്നു വരുന്നു. ആ സമയത്ത് മീനാക്ഷിയുടെ അച്ഛൻ കാറ് കേടായിട്ട് വഴിയിൽ നിൽക്കുന്നുണ്ടാവും. മീനാക്ഷിയുടെ അച്ഛനല്ലേ ബാല അതെന്ന് ചോദിക്കുമ്പോൾ അതെ, കാറ് കേടായിന്ന് തോന്നുന്നുണ്ട്, രാമേട്ടൻ പോയി ചോദിക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ രാമേട്ടൻ ചെന്ന് ചോദിക്കും എന്താ സാറേ, രവീന്ദ്രൻ സാറേ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഹൂ അറിയൂന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ രാമൻ ബാലന്റെ കടയിലെ ബാലൻ അറിയില്ലേ എന്നൊക്കെ പറഞ്ഞു. ഏത് ബാലൻ എന്ന് ചോദിക്കുന്നു. ഇതെന്ത് വർത്തമാനമാണ് സാറേ ഈ പറയുന്നത്, സാറിന്റെ മോളുടെ ഭർത്താവിന്റെ അച്ഛനല്ലേ ബാലൻ എന്ന് പറയുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു മോളില്ലല്ലോ പിന്നെ എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചു അയാൾ വലിയ ജാടയൊക്കെ ഇറക്കുന്നുണ്ട്. പലവ്യഞ്ജനക്കാരെ എടുക്കുന്നത് ബാങ്കിൽ ഗവൺമെന്റ് ജോലിക്കാരെ എടുക്കുന്നത്, ഈ തഹസീൽദാറെ നിങ്ങളെ ഇതിൽ ഇടപെടുത്തണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് ഉള്ളിലേയും അപ്പോൾ രാമേട്ടൻ ദേഷ്യം വന്ന രാമേട്ടൻ പറയുന്നുണ്ട് ഉള്ളിയും സബോളയൊക്കെ കഴിക്കാറുണ്ടോന്നോ, എനിക്ക് കഴിക്കാറുണ്ട് എന്ന് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് എടുക്കാറില്ല എന്നൊക്കെ പറയുന്നുണ്ട്. മക്കളെ പഠിപ്പിച്ച് നല്ല നിലയിലെത്തി ഗവൺമെന്റ് ജോലിയാക്കേണ്ടതിന് പകരം ഉള്ളിരെയും സബോളരെയും അരിയുടെയും ഇടയിൽ കൊണ്ടിടുന്ന ഒരാളല്ലേ നിന്റെ ഈ ബാലനൊക്കെ ചോദിച്ച് ബാലനെ പരിഹസിക്കുന്നുണ്ട്. ബാലൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ മക്കൾ ഞങ്ങൾക്ക് ഗവൺമെന്റ് ജോലി ഇല്ലാത്തുള്ളൂ, ബാക്കിയെല്ലാം ഞങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല, ഗവൺമെന്റ് ജോലി ഉണ്ടെങ്കിൽ എല്ലാതും ആയി എന്നുള്ള നിലയാണ് ഞങ്ങളെ കുടുംബക്കാരും അങ്ങനെയാണ്, ഗവൺമെന്റ് ജോലിക്കാരാണ് എന്നും പറഞ്ഞ് ബാലേട്ടനെ പരിഹസിക്കുന്നുണ്ട്. അങ്ങനെ അവർ ദേഷ്യത്തോടെ അയാൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. എനിക്ക് അങ്ങനെ ഒരു മോളും ഇല്ല ബന്ധുക്കളും ഇല്ല എന്നും പറഞ്ഞ് അയാൾ പോകും. പിന്നെ ബാലൻ അത് ആകെ വിഷമാവുന്നുണ്ട്. ബാലനാണ് കടയിൽ ചെന്നിട്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയുള്ളൂ. നമ്മുടെ ധർമ്മൻ ചെന്ന് കഴിഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി രാമേട്ട, അളിയൻ എന്ത് പറ്റി എന്ന് ചോദിച്ചപ്പോൾ അതെ മീനാക്ഷിയുടെ അച്ഛൻ വന്ന് കടയിൽ നിന്ന് ഇങ്ങനെയൊക്കെ സംസാരിച്ചെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം തന്നെ ബാലൻ നമ്മുടെ ധർമ്മം പറയുന്നുണ്ട് അതിപ്പോൾ അയാൾ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല, നല്ലതല്ലേ എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ധർമ്മനോട് ചോദിക്കുന്നുണ്ട് എടാ ധർമ്മ ഞാൻ നിന്നോട് ഒരു കാര്യം ചോദിക്കട്ടെ, ഗവൺമെന്റ് കടയിലെ ബിസിനസ് ഇതാണോ നല്ലത് അതാണോ എന്ന് വെച്ചപ്പോൾ എന്താ സംശയം, പഠിച്ച് ഗവൺമെന്റ് ജോലി ആവണം അളിയ, അതാണ് ഏറ്റവും വലുത് ഈ ലോകത്ത്, അതിനാണ് ഏറ്റവും പ്രാധാന്യവും അതിനാണ് ഒരു വിലയും എന്ന് പറയുന്നുണ്ട്. അപ്പം എൻ്റെ കാര്യം തന്നെ നോക്കും, എനിക്ക് പഠിപ്പും ഗവൺമെന്റ് ജോലി ഉണ്ടെങ്കിൽ ഞാനിങ്ങനെ പെര നിറഞ്ഞ് നിൽക്കുമോ എന്നൊക്കെ ചോദിച്ച് ധർമ്മം പറയുമ്പോൾ എന്തൊക്കെ കാര്യമുണ്ടെന്ന് നമ്മുടെ ബാലന് മനസ്സിലാവുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് രാത്രി നമ്മുടെ മംഗലത്തേക്ക് ബാലൻ വരുന്നുണ്ട്. ബാലൻ വരുമ്പോൾ ആദ്യം തന്നെ ഗോമതിനെ വിളിക്കുന്നുണ്ട്. പിന്നെ എല്ലാ മക്കളെയും മാറി മാറി പേരെടുത്ത് വിളിച്ച് എല്ലാവരോടും കൂടി പറഞ്ഞു ഞാൻ അതൊരു കാര്യം പറയാൻ പോകുന്നു. നാളെ ഈ വീടിൻ്റെ മുന്നിൽ, നാളെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ അല്ല ഉദ്ദേശിക്കുന്നത്, ഇനി ഈ വീടിൻ്റെ മുന്നിൽ 2 ബോർഡ് വേണം, 2 ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ വേണം, എനിക്ക് ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെ ഈ വീട്ടിൽ വേണമെന്ന് നിർബന്ധമാണ്. അത് ആര്യൻ IAS-ഉം അതുപോലെ തന്നെ അനുശ്രീ IAS എന്ന് പറഞ്ഞപ്പോൾ ധർമ്മൻ പെട്ടെന്ന് ചിരിക്കുന്നുണ്ട്. ഹായ് എന്താ രസം, നമുക്ക് എവിടെ നിന്ന് മേടിക്കാന്നൊക്കെ ചോദിച്ചു. ഇതേ തമാശ പറയരുത് കേട്ടോ. ആ ബാലൻ നമ്മുടെ ധർമ്മൻ്റെ ഷർട്ടിൻ്റെ കോളമ പിടിക്കുന്നുണ്ട്. കാര്യമായിട്ടൊരു കാര്യം പറയുമ്പോൾ നീ എൻ്റെ ചിരിച്ചാലുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ അളിയൻ പറഞ്ഞളിയാന്ന് പറഞ്ഞ് വേഗം മാറിക്കുന്നുണ്ട്. ആനന്ദം പറയുന്നുണ്ട് മിണ്ടാണ്ടിക്ക് മാമ അച്ഛൻ പറയട്ടെ എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ്റെ ആഗ്രഹം പറഞ്ഞപ്പോൾ ആനന്ദ് പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുന്നത് അച്ഛൻ അതങ്ങനെ പെട്ടെന്ന് കിട്ടുന്നതല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ എനിക്കറിയാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അനുശ്രീനൊക്കെ ഗോമതി വേഗം മക്കളെ വേഗം അച്ഛൻ്റെ കൈയടിച്ച് സത്യം ചെയ്ത് കൊടുക്കുന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ എന്നും പറഞ്ഞ് അനുശ്രീ പേടിച്ചായാലും കൈ സത്യം ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ ആര്യനോട് ചോദിക്കുമ്പോൾ ആര്യ നിൻ്റെ പണ്ടത്തെ മ്യൂസിക് ഡയറക്ടർ അങ്ങനെ ഇങ്ങനെയൊന്നും പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വരണ്ട, നീ ആഗ്രഹം പറഞ്ഞേ പറ്റൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ മീനാക്ഷി എന്താ പറ്റിയതെന്ന് ആലോചിച്ച് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നുണ്ട്. ആര്യം പറയുന്നുണ്ട് ഇല്ല അച്ഛാ, എനിക്ക് എൻ്റേതായ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്, അത് എൻ്റെ ആഗ്രഹം, ഞാൻ അത് മുന്നോട്ട് അതിനനുസരിച്ചേ പോവുള്ളൂ. ഇനി അതല്ല എനിക്ക് വേണം IAS എടുക്കണമെന്ന് തോന്നണമെങ്കിൽ ഞാൻ എടുക്കും, അത് എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം ചെയ്യുള്ളൂ, മറ്റൊരാളുടെ ഇഷ്ടത്തിന് ഞാൻ നിൽക്കില്ല എന്ന് പറഞ്ഞപ്പോൾ നിന്നെ കാശ് കൊടുത്ത് പഠിപ്പിക്കാൻ പറഞ്ഞയക്കണമെങ്കിൽ ഞാനാണെങ്കിൽ നീ ഇത് ചെയ്തേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കുന്നുണ്ട്.
വാശി പിടിക്കല്ല, സത്യം ചെയ്യാൻ പറയും. പക്ഷെ നമ്മുടെ ആര്യം സത്യം ചെയ്യില്ല, ആര്യം അകത്തേക്ക് പോകുന്നുണ്ട്. ഇതിനിടയ്ക്ക് മീനാക്ഷിയുടെ ഓഫീസിൽ മീനാക്ഷി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന ഒരു ഭാഗം കാണിക്കുന്നുണ്ട്. അപ്പം കൂട്ടുകാരിമാർ വന്ന് ചോദിക്കുന്നത് എന്ത് പറ്റുന്ന വെച്ചപ്പോൾ വീട്ടിലെ സന്തോഷകരമായ മുഹൂർത്തങ്ങളൊക്കെ ആലോചിക്കായിരുന്നു, കുറച്ച് നേരത്തെ കല്യാണം കഴിക്കേണ്ടതായിരുന്നു എന്നൊക്കെ പറഞ്ഞു മീനാക്ഷി ഇങ്ങനെ പറയുന്നുണ്ട്. സത്യത്തിൽ അതല്ല എന്നുള്ള കാര്യം അവർക്ക് അറിയില്ലല്ലോ. ആ സമയത്ത് തന്നെ ആകാശിന്റെ ഫോൺ വരുന്നുണ്ട്. കണ്ടാ ഞാൻ പറഞ്ഞുള്ളൂ, പുള്ളിക്കാരൻ ഭയങ്കര റൊമാൻറ്റിക് ആണ്, ഇപ്പം എന്നെ കാണാണ്ടിരിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഈ വിളിക്കണേന്നൊക്കെ പറഞ്ഞ് ആകാശ് എന്താ ആകാശ് ഈ നേരത്തെ വിളിക്കുന്നതെന്ന് വെച്ചപ്പോൾ ഞാൻ നിന്റെ ഓഫീസിന്റെ മുന്നിലുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഓഫീസിന്റെ മുന്നിലോ, എന്നാൽ ഞാൻ ഇപ്പം വരാമെന്ന് പറഞ്ഞ് മീനാക്ഷി വേഗം ഇറങ്ങി ആകാശിന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ഇതെന്ത് പറ്റിയ അത്ഭുതമാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇവിടം വരെയും വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു, നിന്നെ ഒന്ന് കാണാൻ തോന്നിയപ്പോൾ മീനു, പക്ഷേ നിന്റെ ഓഫീസിലേക്ക് വരാൻ എനിക്ക് ധൈര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ എന്ത് പറ്റി, നിന്റെ കൂട്ടുകാരിമാരുടെ ഭർത്താക്കന്മാരൊക്കെ വലിയ വലിയ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരല്ലേ, ഞാൻ മാത്രം അങ്ങനെ ആയാൽ എങ്ങനെയാണെന്നൊക്കെ, ഇങ്ങനെയല്ലേ, നിനക്കതൊരു മോശമില്ല എന്ന് പറഞ്ഞപ്പോൾ ഇനി ഇങ്ങനത്തെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനത്തെ വാക്കുകളൊന്നും സംസാരിക്കരുതെന്ന്. ആ സമയത്ത് കൂട്ടുകാരിമാർ വരുമ്പോൾ കൂട്ടുകാരിമാർക്ക് നല്ല അഭിമാനത്തോടെ തന്നെ ആകാശിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു മീനാക്ഷി. മീനാക്ഷിനെ തട്ടിക്കൊണ്ടുപോയ ആളാണല്ലേ എന്ന് ചോദിച്ച് മതി നിങ്ങൾ പൊക്കോ, ഞങ്ങൾ ക്യാൻറ്റീൻ പോയി ഒരു ചായ കുടിക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ മീനാക്ഷി പറയുന്നത്, എന്നാൽ വായോ നമുക്ക് ഭാവിയും ഭൂതവും വർത്തമാനമൊക്കെ പറഞ്ഞ് ഒരുപാട് സംസാരിക്കാനുണ്ട്, അതൊക്കെ സംസാരിച്ച് നമുക്കൊരു ചായ കുടിച്ച് ക്യാൻറ്റീനിൽ ഇരിക്കാം എന്ന് പറഞ്ഞ സമയത്ത് തന്നെ ബാലൻ്റെ ഫോൺ വരുന്നുണ്ട് ആകാശിൻ്റെ ഫോണിലേക്ക്. ഒരക്ഷരം പോലും മിണ്ടാണ്ട് ഞാൻ ഫോണ് അച്ഛൻ വിളിക്കുന്നുണ്ട്, ഞാൻ അവിടെ എത്തണം എന്ന് പറഞ്ഞ് പായാണ് ചെയ്യുന്നത് നമ്മുടെ ആകാശം. മീനാക്ഷി എനിക്ക് ആകെ ഷോക്കേറ്റ പോലെ ആവുന്നുണ്ട്. മീനാക്ഷിക്ക് തെറ്റ് പറ്റിയോ എന്നൊരു സംശയവും മീനാക്ഷിയുടെ ഭാഗത്തുനിന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് മീനാക്ഷി ഇങ്ങനെ രാത്രി വിഷമിച്ചിരിക്കുന്നുണ്ട്. ആ സമയത്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ അച്ഛൻ ഇങ്ങനെ പെട്ടെന്ന് തന്നെ ഒരു IAS വേണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് മീനാക്ഷി ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് എല്ലാവരും കൂടെ റൂമിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഗോമതിയും വരും. ഗോമതി വരുന്നേക്കാൾ മുന്നേ നമ്മുടെ മീനാക്ഷി മാമനോട് ചോദിക്കുന്നത് എന്ത് പറ്റി ധർമ്മ മാമ, എന്താ ഇങ്ങനെ സംഭവിച്ചത്, എൻ്റെ അച്ഛൻ സംസാരിക്കുന്ന പോലെയുള്ള ഇന്നിവിടെ അച്ഛൻ സംസാരിച്ചത്, മോളച്ഛൻ വഴിയിൽ വെച്ച് കണ്ട് അളിയനെ അപമാനിച്ച്, അതാണ് ഗവൺമെൻറ് ജോലി ഇല്ലാത്തതിൻ്റെ പേര് എന്ന് പറഞ്ഞു. പക്ഷേ ഈ അച്ഛനെ കൊണ്ട് വല്ലാത്തൊരു ശല്യമായില്ല, ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഞാനും നമ്മുടെ അച്ഛനോട് പോയി മാപ്പ് പറയാൻ എൻ്റെ അച്ഛന് വേണ്ടിയിട്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ വേണ്ട മോളെ, ഇപ്പം തന്നെ ഒരു ഡയലോഗുകളൊക്കെ കേട്ട് തളർന്നിരിക്കുന്നു, ദൈവത്തെ ഓർത്ത് ഇനി ഒരെണ്ണം കൂടെ കേൾക്കാനുള്ള ക്ഷമ ഞങ്ങൾക്കില്ല എന്ന് നമ്മുടെ ധർമ്മമാമൻ പറഞ്ഞ് മീനാക്ഷിനെ പിടിച്ചു നിർത്തുന്നുണ്ട്. ആ സമയത്ത് ഗോമതിയും വരുന്നുണ്ട്. ഗോമതി വന്നിട്ട് ആര്യനോട് പറയുന്നുണ്ട്, ആര്യ നീ അച്ഛൻ്റെ വാക്ക് കേൾക്കണം, അച്ഛൻ പറയുന്നത് നീ ചെയ്യടാന്ന് പറഞ്ഞപ്പോൾ അമ്മ ധർമ്മം പറയുന്നുണ്ട്, ചേച്ചി എന്നാൽ നമുക്ക് അപ്പുറത്തെ കടയിൽ നിന്ന് പോയി 2 കുപ്പിയോടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്, അത് നമുക്ക് മേടിക്കാന്ന് പറഞ്ഞപ്പോൾ നീ എന്നെ കളിയാക്കണ്ടടാ എന്നൊക്കെ പറഞ്ഞ് ധർമ്മന വഴക്ക് പറയുന്നുണ്ട് ചേച്ചി. പിന്നെ പറയുന്നുണ്ട് ആര്യൻ ഗോമതിയോട് പറയുന്നുണ്ട്, അമ്മ ഒരു കാര്യം ചെയ്യും, അച്ഛൻ്റെ ഒരു പ്രതിമ ഉണ്ടാക്കുക, എന്നിട്ട് 3 നേരം അങ്ങോട്ട് പൂജിക്ക് ബാലേട്ടൻ എന്ന് പറഞ്ഞിട്ട്. അല്ലാണ്ട് ഇങ്ങനെയുണ്ടോ ഒരു എന്ത് പറഞ്ഞാലും കൊല്ലുന്ന രാജാവിനെ തിന്നുന്ന മന്ത്രി എന്ന് പറഞ്ഞാൽ അമ്മേണി എന്നൊക്കെ പറഞ്ഞ് ആര്യൻ ദേഷ്യപ്പെട്ട് ആര്യൻ അങ്ങോട്ട് മുറിയിൽ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ മീനാക്ഷിയും ആകാശം പരസ്പരം ചിരിച്ചുകൊണ്ട് നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.